ഇല്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം, നമുക്കത് പഠിക്കാം, നമുക്കത് മനസ്സിലാക്കാം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ഒരു മടിയില്ലല്ലോ. നമ്മളൊക്കെ എന്ന് പറയുമല്ലോ, ഇന്നിപ്പോൾ നിങ്ങൾ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് എന്നെ കുറിച്ച് ചില പെണ്ണുങ്ങൾ പറയും, വല്ലാതെ തൊലിക്കെട്ടിയുള്ളൊരു മുസ്ലിയാർ തന്നെ ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്നത്, കാസർഗോഡ് KMCC-ക്കാർക്ക് അഭിനന്ദനങ്ങൾ. ഇനി ആ സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, അതിന് അടുത്ത KMCC-ക്കാർ കൊണ്ടുവരും, നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ. അപ്പൊ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തൊലിക്കെട്ടി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്, അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വഴികളെ സ്വീകരിക്കാൻ ഏതൊരു ഭർത്താവും ഏതൊരു ഭാര്യയും തയ്യാറാകുന്നുവോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അവർക്ക് പരിപൂർണമായ സന്തോഷമായിരിക്കും. ഇന്ന് ക്രൈസ്തവ സഭയുടെ അപ്പോസ്തലന്മാരുടെ മുന്നിൽ പോയി ക്രൈസ്തവ സഭയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം പോയിരുന്ന് ബിഷപ്പിന്റെ മുന്നിൽ പോയിരുന്ന് കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിച്ചാലല്ലാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ല. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെയല്ല. സ്ത്രീധനത്തിന്റെ 2.5% പള്ളിയുടെ മിനാരം പണിയാൻ കൊടുത്താൽ നിനക്ക് ഞാൻ വെണ്ണ് അടിച്ചുതരാം, അതാ പിടിച്ചോ എഴുതിക്കോ. ക്രിസ്ത്യാനികളുടെ നിയമം എന്താണ്? ക്രൈസ്തവ സഹോദരൻ അവൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബിഷപ്പിന്റെ മുന്നിൽ പോയിരിക്കണം 10 ദിവസം 15 ദിവസം. ബിഷപ്പ് പഠിപ്പിച്ചു കൊടുക്കും എന്താണ് കല്യാണം, എന്താണ് വിവാഹം, എന്താണ് വൈവാഹിക ജീവിതം. ഇത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം. ഇത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും വിവാഹം കഴിക്കാൻ ഇന്ന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തയ്യാറാകുന്നത് കൊണ്ടാണ് കുടുംബത്തിന്റെ സന്തോഷവും കുടുംബത്തിന്റെ രസവും കുടുംബത്തിന്റെ ആനന്ദവും നഷ്ടപ്പെട്ടുകൊണ്ട് ഭാര്യ ഒരു ധ്രുവത്തിൽ ഭർത്താവ് ഒരു ധ്രുവത്തിൽ കഴിഞ്ഞുകൂടുന്നതിന്റെ കാരണങ്ങൾ അതാണ്. കൊല്ലം ജില്ലയുടെ ചരിത്രത്തിൽ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഒരു സഹോദരന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുമിച്ച് കൂടിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, കുടുംബ കോടതിയിൽ കേസ് കൊടുക്കാൻ ഞാൻ പോയപ്പോൾ 75% മുസ്ലിം പെൺകുട്ടികൾ തലാഖിന് വേണ്ടി വന്ന് നിൽക്കുക. കുടുംബ കോടതിയിൽ കേസ് 75%, 25% മറ്റുള്ളവര്. കുടുംബ കോടതിയിൽ പരാതി മൊത്തം ആരാ? മുസ്ലിമീങ്ങൾ. ശരിയല്ലേ? എവിടെ നോക്കിയാലും. എന്നാൽ കുടുംബ ജീവിതം വളരെ ഭംഗിയായ നിലയിൽ വശ്യമായ ശൈലിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളോടുകൂടി ഹബീബായ തങ്ങൾ ലോകത്ത് അവതരിപ്പിച്ചു കൊടുത്തതുപോലെ ലോക ചരിത്രത്തിൽ ഒരു വ്യക്തി പോലും പഠിപ്പിച്ചിട്ടുമില്ല, ഇനി പഠിപ്പിക്കാനും പോകുന്നില്ല എങ്കിൽ കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ട് വേണം വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ. അതല്ലാതെ ഉസ്താദന്മാര് പറഞ്ഞിരുന്ന എന്നൊക്കെ പറഞ്ഞ് തല കാണിച്ച് എഴുന്നേറ്റ് ഷൂട്ടും കൂട്ടി വിട്ട് ഫാത്തിഹ ഓതുവാർ എന്നിട്ട് പോയാലൊന്നും കുടുംബ ജീവിതം ആവുകയില്ല. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ പരമപ്രധാനമായ കാര്യമാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അത് നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കണം. അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അതിന് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് എല്ലാത്തിനും ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ നടന്നത് വളരെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ടൊന്ന് ഓടിച്ചിട്ട് ഞാൻ പറയുകയാണ്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു തരാം. അത് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം കൂടാനും ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കൂടാനും പരസ്പരം അവർ സ്വീകരിക്കേണ്ടത് ഭർത്താവ് ഭാര്യയോട് കൂടുതൽ സമയം സംസാരിക്കണം. വെറുതെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അത് സദഖയാണ്, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യസ്താഖു, നബി തങ്ങൾ മിസ്വാക്ക് ചെയ്യുമായിരുന്നു. ഒരു ദിവസം നബി തങ്ങൾ മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ അരികിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ഫയുഅ്തീനി, എൻ്റെ കയ്യിൽ മിസ്വാക്ക് ചെയ്തിട്ട് ആ ബ്രഷ് ഏൽപ്പിച്ചു. ബ്രഷ് അറാക്ക്. ഇന്ന് ബ്രഷ് എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അറാക്കിട്ടെന്ന് പല്ല് തേക്കുന്ന ഏതാണ് ഏത് പെണ്ണുള്ള എന്നെ പറയുകയാണ്, എൻ്റെ ഹബീബായ തങ്ങൾ മിസ്വാക്ക് ചെയ്തിട്ട് അത് കഴുകി സൂക്ഷിക്കാൻ എന്നോട് നബി തങ്ങൾ ഏൽപ്പിക്കുകയാ. ആയിഷേ ദാ ഇത് കഴിയാറ് ബ്രഷ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കൊടുത്തു. നമ്മൾ ഇന്ന് ബ്രഷ് ചെയ്ത് പതയോടുകൂടി എങ്ങാനും കൊടുത്താൽ രംഗം എന്തായിരിക്കും എന്ന് സംഭവം ആലോചിച്ചു. എന്തായിരിക്കും രംഗം? ആയിഷ റളിയല്ലാഹു തആല അൻഹ
ഫഅബ്ദഉ ബിഹി അസ്സിവാക്. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ, അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയുടെ കയ്യിൽ കഴുകാൻ ഏൽപ്പിച്ച ആ മിസ്വാക്ക് ആയിഷ ബീവി സ്വന്തം പല്ലിലിട്ട് തേക്കുകയാ. കഴുകിയില്ല. ആയിഷ ബീവി സ്വന്തമായിട്ട് തേച്ചു. ഭർത്താവ് തേച്ച ബ്രഷ് അല്ലേ ഭാര്യ തേക്കുകയാണ്. പിന്നീട് ആയിഷ ബീവി അത് കഴുകിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ഏൽപ്പിച്ചു. കഴുകി കൊടുക്കാൻ പറഞ്ഞു. അത് ആയിഷ ബീവി കഴുകുന്നതിന് മുമ്പ് പല്ലു ഒന്ന് തേച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു. ഭാര്യമാരും ഭർത്താക്കന്മാരും ഇന്ന് ഇന്ത്യൻ്റെ ബ്രഷാണ് ഭർത്താവ് തേക്കുന്നതെങ്കിൽ ലണ്ടനിലെ ബ്രഷ് വരുത്തിയിട്ടായിരിക്കും അവള് തേക്കുക. ഭർത്താവിൻ്റെ ബ്രഷ് ബാത്റൂമിലും ഭാര്യയുടെ ബ്രഷ് ഫ്രിഡ്ജിനകത്തും. കാരണം എന്താ? ഇവന്റെ ബാക്ടീരിയ ഇങ്ങോട്ട് കയറാതെ, അവന്റെ അണു ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി. എങ്ങനെ മഹബത്ത് ഉണ്ടാകും? ഇന്നമാ ഫഅലത് ദാലിക ബൈന സൗജി വസ്സൗജതി മിനൽ ഇംബിസാത്ത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. സമയായോ? എന്താ വിഷയം? നാട്ടിൽ നോട്ടീസ് വരുന്ന പോലെ ഇവിടെയും വരുന്നുണ്ട് നോട്ടീസ്. ബക്കറ്റ് വിരുവിനായിരിക്കും സംഭവം. അതൊക്കെ നമുക്ക് ലാസ്റ്റ് എടുത്ത് ദ്വാരക്കുന്നതിന് മുമ്പ് 12 മണിക്ക് നിർത്താം മൊത്തം ഇല്ലേ? 11 പ്രസംഗം നടത്തും. എന്താ രാവിലെ വരെ പറയാം, നിങ്ങളെല്ലാം അകത്താവുന്ന ഞാനല്ലേ, ഒരു പ്രശ്നമില്ലല്ലോ. അവർക്ക് വല്ല വിഷമമുണ്ടോ? മുസ്ലിയാർ എങ്ങോട്ട് പോയെന്നില്ല, അദ്ദേഹം നല്ല സുരക്ഷിത കേന്ദ്രത്തിലെ, കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് നാളെ ഓർഡർ കിട്ടും, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പറയുകയാണ്. സഹോദരിമാരൊക്കെ ഇവിടെയൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ അവർ കേൾക്കണ്ട. എന്നാലും കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ പോയി പറഞ്ഞോളാം. ഇപ്പം നിങ്ങൾ ഉള്ളവർക്കൊക്കെ കുറച്ചൊക്കെ പറഞ്ഞോട്, അവരുടെ കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്, റാഹത്തായിട്ടിരുന്ന് കേട്ടോ. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല മിസ്വാക്ക് ചെയ്തിട്ട് നബി തങ്ങൾക്ക് കൊടുത്തു. എന്തിനാ ഇത് ചെയ്തത്? രണ്ടുപേർക്കും ഇടയിൽ മനപ്പൊരുത്തം ഉണ്ടാകാനാണ്. മുഹദ്ദിസീങ്ങൾ പറഞ്ഞതാണ്, ഇന്നമാ ഫഅലത് ദാലിക ബൈന സൗജി വസ്സൗജതി മിനൽ ഇംബിസാത്ത്. മനപ്പൊരുത്തം ഉണ്ടാകാൻ. ചുമ്മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഖബ്ബിലുഹാ വയമുസ്സു ലിസാനഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെയാണോ ആയിഷ ബീവിയുടെ നാക്ക് ഇമ്പിയത്? വെറുതെയാണോ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ചുംബിച്ചത്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, കുന്തു അഗ്തസിലു അന വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദിൻ ബൈനി വ ബൈനഹു ഐ മൗളൂഅത്തിൻ ബൈനി വ ബൈനഹു. ഞാനും നബിയുനാ റസൂലുള്ളാഹി തങ്ങളും ഒരേ പാത്രത്തിൽ ബാത്റൂമിൽ കുളിച്ചു കൊണ്ടിരിക്കുമ്പോ ഫയുബാദിറുനി, ഒരേ ബക്കറ്റ് വെള്ളത്തിൽ ഞാനും നബിതങ്ങളും കുളിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നേക്കാൾ മുൻകടന്നുകൊണ്ട് നബിതങ്ങൾ മഗ്ഗെടുക്കുകയാ. ഒരു തമാശ കളി, ഒരുമിച്ച് കുളിക്കാൻ രണ്ടുപേരും, ഒരു ബക്കറ്റ് വെള്ളം. ആയിഷ ബീവി എടുക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ ആ മഗ്ഗെടുത്തു, വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കാം. ഇങ്ങനെയൊക്കെ നബിതങ്ങൾ ചെയ്തോ? ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പോയി ചോദിച്ചു നോക്ക്, വെറുതെ ഒന്നും ഞാൻ പറയില്ല. ഫയുബാദിറുനി, എന്നേക്കാൾ മുൻകടന്നുകൊണ്ട് മഗ്ഗെടുത്തിട്ട് വെള്ളം എൻ്റെ ശരീരത്തേക്ക് ഒഴിക്കുമ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു, ദഅലി ദഅലി, ഇങ്ങോട്ട് ഒഴിക്കില്ലേ, അങ്ങനെ പറയാ, ഇങ്ങോട്ടിട് എന്ന് പറഞ്ഞ ഞാനിങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. റിപ്പോർട്ട് ചെയ്യുന്ന മുആദത്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഹുമാ ജുനുബാനി, അവര് രണ്ടുപേരും വലിയ ശുദ്ധിക്കാരായിരുന്നു. വലിയ ശുദ്ധിക്കാരായിരുന്ന സമയത്ത് രണ്ടു പേരും കൂടി ഒരു ബക്കറ്റ് നിറച്ച് വെള്ളത്തിൽ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കായിരുന്നു. നമ്മൾ കുളിക്കോ? അങ്ങനെ കുളിക്കോ? അത് സ്നേഹമുള്ളവർ കുളിക്കുകയായിരിക്കും, ആ സംഭവം ശരി തന്നെ. പക്ഷെ അത് നമ്മൾ അങ്ങനെ കുളിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അവരുടെ രണ്ടുപേരുടെ മനപ്പൊരുത്തം, അവരുടെ സ്നേഹം അതാണ്. അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ വേണ്ട റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കുന്തു അശ്റബു, ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോ പിന്നീട് നബിതങ്ങൾക്ക് ഞാൻ കുടിച്ച വെള്ളം അല്ലാഹുവിന്റെ റസൂലിന് നൽകി. ഞാൻ ഋതുമതിയായിരുന്നു. ഹൈലുകാരി മെൻസസ് സമയത്തുള്ള പരിപാടിയായി ഇതെല്ലാം ഓർത്തോണം. നമ്മൾ ഇന്ന് ഹൈല് ആയി കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര വിസിറ്റിങ്ങിന് പോകും, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ, ദിവസം നോക്കിയിട്ട്. ഒരൊറ്റ മുങ്ങക്കാണ് ആള്. അതെന്താ? അത് സംഭവം മാറിപ്പോയി, പാർട്ടി വേറെയാ, നമ്മളെ വണ്ടി വിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, ചില ആളുകളുണ്ട്, ഭാര്യ അന്നത്തെ ദിവസം നമുക്ക് എന്തുണ്ടാക്കി തന്നാലും നമ്മൾ കഴിക്കൂല. ഭാര്യമാരുണ്ടാക്കി ചില ആൾക്ക് അങ്ങനെ ഉണ്ട്, എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഞാനിതെല്ലാം നല്ലപോലെ പഠിച്ചിട്ട് പറയുന്ന വിഷയങ്ങളാണ്. എല്ലാം ആരെങ്കിലും നിഷേധിച്ചാൽ അയാളുടെ ഫോൺ നമ്പർ ഇപ്പം ഞാൻ വിളിക്കും അയാളെ.
അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ നിന്ന് കല്യാണം ഒരു ചടങ്ങ്, നിക്കാഹിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ടുള്ള സംസാരങ്ങൾക്ക് വേണ്ടി ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ചങ്ങാതി, ആ നാട്ടിലെ മരുമകൻ ആ വീട്ടിൽ എന്താ കഴിക്കാത്തെന്ന് വെച്ചപ്പോൾ ആൾ രഹസ്യമായിട്ട് പറഞ്ഞത്, ഭാര്യയ്ക്ക് ഹൈള് വന്നത് ഞാനൊന്നും കഴിക്കൂലായിരുന്നു. നല്ല കാര്യമായി ചങ്ങാതി. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ കുഫാറുകളുടെ സംസ്കാരങ്ങളാണ്, മുശ്രിക്കീങ്ങളുടെ സംസ്കാരങ്ങളാണ്. ഉമ്മു സൽമാ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹാ, ഇവർ രണ്ടുപേരും ഋതുമതിയായപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ കിടത്തി. നബിതങ്ങൾ ഹൈള എന്നും പറഞ്ഞ് മാറി അങ്ങോട്ട് പോകുമ്പം പിടിച്ചിങ്ങോട്ട് വീണ്ടും കിടത്തും. ഹൈളുകാരി മിൻസസ് പീരീഡിൽ കൂടെ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, വസ്ത്രത്തിന്റെ മുകളിൽ എന്തും ആകുന്നതിന് കുഴപ്പമില്ല. മുട്ട് പൊക്കിളിനിടയിൽ ഉള്ള പ്രവർത്തനം മാത്രമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത്, ബാക്കിയെല്ലാം അനുവദനീയമാണ്. അതുകൊണ്ട് അവളെ വിളിച്ച് തലാക്കിയല്ലി ഗോഡൗണി കൊണ്ട് കഥ അടച്ചു പൂട്ടൊന്നും വേണ്ട, കൂട്ടത്തിൽ തന്നെ കിടത്താം. ഇനി വേറെ ഒരു മസലയും കൂടെ ഉണ്ട്. ആ സമയത്ത് സഹിക്കാൻ വയ്യാത്തൊരു എന്തോ ചെയ്യണമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അതൊക്കെ ഞാനിപ്പോ എങ്ങനാ പറയാ. ഉറക്കം വരുന്നോ? കണ്ണൊക്കെ ചോന്നിരിക്കുന്നില്ല. പടച്ചവനെ ഈ ലൈറ്റൊക്കെ ആണെങ്കിൽ നീ മസല പറയാനാണോ? ഈ ലൈറ്റ് ഇല്ലാത്തപ്പോ ഈ മസലാക്കാൻ നല്ല രസവുമാ. എന്റെ പടച്ചവന് ഇത് വല്ലാത്തൊരു സംഭവം തന്നെ. പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും അങ്ങനെയുള്ള സമയത്ത് രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ എന്നെ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ, ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. അതിനു വേണ്ടി പറയണേ. ചിലരങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കും, പാടെ അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ ഈ ചങ്ങാതി എന്താ ചെയ്യുക, ഇവൻ എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല ഋതുമതിയായിരിക്കുമ്പോ വെള്ളം കുടിച്ചു. നബി തങ്ങൾ ഗ്ലാസും വെള്ളവും കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നോക്കണം ഭാര്യയോടുള്ള സ്നേഹം. ഫയലഉ ആയിഷ ബി പറയാണ്, ഫയലഉ ഫാഹു അലാ മൗളിഇ ഫിയാ, ഞാൻ ഗ്ലാസിന്റെ വക്കിൽ ഏത് ഭാഗത്ത് വെച്ചാണോ എന്റെ ചുണ്ട് അമർത്തിക്കൊണ്ട് ഞാൻ കുടിച്ചത്, അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളും ചുണ്ടമർത്തി ആ വെള്ളം കുടിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി മഹദിയായ ആയിഷ. അതേ ഗ്ലാസ് നമ്മളാണെങ്കിൽ 3 പ്രാവശ്യം ബ്ലീച്ചിങ് പൗഡറിൽ കഴുകും, 2 പ്രാവശ്യം ഡെറ്റോളിൽ കഴുകും, പിന്നെ ശുദ്ധ വെള്ളത്തിലിട്ട് കഴുകും, പിന്നെ അവസാനം ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടേ കുടിക്കുകയുള്ളൂ. ഭാര്യയുടെ അങ്ങനെയൊന്നും ഇല്ല ഉസ്താദെ. എങ്കിലും ചിലയിടത്തൊക്കെ പ്രശ്നമുണ്ട്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കുമോ? എവിടെ കഴിക്കുക? മൂപ്പിലാനെല്ലാം കൊണ്ട് വിളമ്പി വെച്ചിട്ട് ഓളോളുടെ പാട്ടിന് പോകും. ഇയാളും അങ്ങനെയാണ്. എങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ഗുണമൊന്നുമില്ല. പിന്നെ എന്താ, മൂപ്പിലാൻ വരുമ്പോൾ ഭക്ഷണം വെച്ച് കൊടുക്കണമല്ലോ. ഇയാൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് വെളിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഫോൺ അടിക്കുമ്പോൾ അറിയാം, ഓ അയാൾ എത്തി. പെട്ടെന്ന് ഇയാൾ കയ്യും കാലൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിൽ പോയിരിക്കും. സിറ്റൗട്ടിൽ പോയിരിക്കുമ്പോൾ ഭാര്യ പാത്രം നിറച്ച് ഭക്ഷണമൊക്കെ വിളമ്പി തീന്മേശയുടെ മുകളിൽ കൊണ്ട് പടോന്നൊരു വെപ്പ്. അപ്പോൾ പാത്രത്തിന്റെ സൗണ്ട് ഒക്കെ മൂപ്പിലാൻ മനസ്സിലാവും, ഷാപ്പാടൊക്കെ റെഡി ആയിട്ടുണ്ട്. നേരെ വന്നു, മൂപ്പിലാത്തി അങ്ങ് പോകും. മൂപ്പിലാത്തി പോയി വെച്ചിട്ട് മൂപ്പിലാത്തിനെ അവിടെ നിൽക്കൂല, ഓളോളുടെ പാട്ടിന് പോയി. ഇയാൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു. എങ്ങനെ ഇവക്കറിയാം ഭക്ഷണം കഴിച്ചെന്ന്? ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നേരെ വാഷ് ബേസിന്റെ അടുക്കിലേക്ക് പോയി. ആ സൗണ്ട് കേൾക്കുമ്പോൾ ഓൾ മനസ്സിലാക്കും, ആ ഭണ്ഡാരം കഴിച്ചു കഴിഞ്ഞ്, ഇനി പോയിട്ട് പാത്രം എടുക്കാം. അങ്ങനല്ലേ? അല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരാ? എവിടെയാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരാ? നമ്മളങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുത്ത ഇളക്കിയത്. എന്നിട്ട് മോളെ വിളിക്കും, മോളെ വാപ്പിച്ച കഴിച്ചതാ, മോളെ കഴിക്കും, മോളെ കുട്ടികളെ വിളിച്ചിട്ട് കൊടുക്കും. ഇത് ഇവള് കഴിക്കുവോ? കഴിക്കുന്ന എത്ര പേര്? അങ്ങനെ കഴിച്ചാൽ മനപ്പൊരുത്തം ഉണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുവഫിയ ഫീ ബൈതി വബൈന സഹരി വനഹരി വഫീ യൗമി വജഅല ബൈന റീഖി വരീഖിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എൻ്റെ ദിവസത്തിലാ, എൻ്റെ വീട്ടിൽ വെച്ചാ, എൻ്റെ മാറിടത്തിൽ കിടന്നുകൊണ്ടാണ്. മാത്രമല്ല അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അത്രേ, വജഅല ബൈന റീഖി വരീഖിഹി,
എൻ്റെ ഉമിനീരും ഹബീബായ തങ്ങളുടെ ഉമിനീരും അള്ളാന്റെ റസൂലിന്റെ അവസാന സമയത്ത് അള്ളാഹു യോജിപ്പിച്ചു എന്നത് അള്ളാഹ് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമത്രേ. ആയിഷ റളിയല്ലാഹു പറയാണ്, എന്താണ്? നബി തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ ഉമിനീര്, നബി തങ്ങളുടെ ഉമിനീര് അള്ളാഹ് യോജിപ്പിച്ചു. അതാണ് എനിക്ക് അള്ളാഹ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. ഭർത്താക്കന്മാരെ മനസ്സിലാക്കണം, ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു പോയെങ്കിൽ അവളെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവളുടെ ദുഃഖത്തിൽ നമ്മളും പങ്കാളിയാവണം. എങ്ങനെ? ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ബഖീഉൽ ഗർഖദിൽ നിന്ന് ഹീന റുജൂഇഹി മിനൽ ബഖീഇ, അല്ലാഹുവിന്റെ റസൂല് വഫാത്തിനോടടുത്ത സമയത്ത് ബഖീഉൽ ഗർഖദിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാ. ഫവജദഹാ തഷ്കൂ സുദാ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് നബി തങ്ങൾ കടന്നു വന്നപ്പോൾ ആയിഷ ബീവി തലവേദന എടുത്തിട്ട് വേദനയോടുകൂടി പറയുകയാണ്, വാറസാ, എന്തോ ഒരു വേദനയാണ്, എന്താ തലവേദന. ആയിഷ റളിയല്ലാഹു അൻഹ ഭയങ്കര തലവേദന. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടോ, ഭാര്യയെ നമ്മൾ സുഖിപ്പിക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സംസാരത്തിൽ അവർക്കിടയിൽ ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ. ആയിഷ റളിയല്ലാഹു അൻഹ തലയിൽ കൈവച്ച് വാറസാ, എൻ്റെ തലയെ എന്തോ ഒരു തലവേദനയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാലക്കി, നിനക്കെന്താണ് ആയിഷ? ലൗ മുത്തി ഖബിലി, എനിക്ക് മുമ്പ് നീ മരണപ്പെട്ടാൽ ഫഖുംതു ഇലൈകി, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോ കാലത്ത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി ലക അന്നി ബിക ലൗ ഖദ് ഫഅൽത ദാലിക വറജഅത ഇലാ ബൈതി ഫഅറസ്ത ബിബഅളി നിസായിക്. ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്നെ കൊണ്ട് അടക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് ബാക്കി ഭാര്യമാരായിട്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് കഴിയാലോ അല്ലേ? ആ റൂട്ട് മാറിയെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. സംഭവം ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ നബി തങ്ങളൊരു തമാശ പറഞ്ഞതാണ് സംഭവം. നീ എന്താ വിഷമിക്കുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇവിടെ വെച്ച അസുഖം വല്ലതും വന്നാല് നമ്മളിപ്പോ ഗൾഫിലല്ലേ, നീ പേടിക്കേണ്ട കാര്യം എന്താ? ഷൂ എന്ന് പറഞ്ഞല്ലേ ഇത് പോണത്, ആംബുലൻസിൽ കയറാൻ ഒരു ഭാഗ്യം വേണം ഗൾഫിലത്തെ. അപ്പൊ അന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പെണ്ണും പിള്ളയൊക്കെ സോപ്പിടും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ ആംബുലൻസിൽ കയറ്റിയിട്ട് വേണം, പിന്നെ അവിടുത്തെ കൊള്ളാം, നിങ്ങളിത് നേരത്തെ കണ്ടുവച്ചിട്ട് എന്ന് പറയുന്നത് പോലെ റൂട്ട് മാറിയെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് തിരിച്ചു വിട്ടു. യാ ആയിഷ വാറസാ, എൻ്റെ പൊന്നെ, നിനക്ക് തലവേദന എടുത്തപ്പോ മുതൽ എനിക്കും തലവേദനയാ. പങ്കു ചേർന്നു. എൻ്റെ ചക്കരെ, നിനക്ക് വിശപ്പില്ലെങ്കിൽ എനിക്കും വിശപ്പില്ല, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, നീ കുടിച്ചാൽ ഞാനും കുടിക്കും, നീ കുടിച്ചില്ലെങ്കിൽ ഞാനും കുടിക്കില്ല, നീ എൻ്റെതല്ലേ ഞാൻ നിൻ്റെതല്ലേ എന്ന് പറയുന്ന വാക്ക്, എല്ലാം നീ തന്നെയല്ലേ എന്നൊക്കെ വെറുതെ നമ്മളെങ്കിലും ചുമ്മാ അടിച്ചു വിടണം ഭാര്യ എടുക്കല്. എന്നോട് ഇത്രയും സ്നേഹമുണ്ട് ഇല്ലേ, അൽഹംദുലില്ലാ, സന്തോഷമായിരിക്കും അവക്ക്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ പറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തലയിൽ കൈവച്ചിട്ട്, ആയിഷ നിനക്ക് തലവേദന എടുത്തപ്പോ എനിക്കൊന്നും ഇങ്ങനെ തലവേദന എടുക്കാണല്ലോ, പിന്നെ സന്തോഷമായി. പിന്നെ ആ സബ്ജക്റ്റ് അവിടെ ക്ലോസ്, അവിടെ പ്രശ്നം തീർന്നു. ഇതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത ഭാര്യമാരോട്. അപ്പൊ അവളുടെ ദുഃഖത്തിൽ നമ്മളും പങ്കാളിയാവണം. നമ്മളും പോയി നമുക്കിപ്പോൾ വേദന എടുത്താലും പ്രശ്നം എന്തായാലും നമ്മളിപ്പോൾ വെളിയിൽ നിന്നൊക്കെ നല്ല റാഹത്തായിട്ട് ബ്രോസ്റ്റ് അടിച്ചിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണല്ലോ, ഭാര്യ നമ്മളെയും കാത്ത് ഇങ്ങനെ ഭക്ഷണവും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. 10:45 11:30 മിസ് കാൾ അടിച്ചടിച്ചടിച്ച് ഞാൻ ഒന്നാമത്തെ ഇഷാറ പോലും വണ്ടി സ്റ്റാർട്ടാക്കിയില്ല. ഇയാൾ പറയുന്ന ഒന്നാമത്തെ ഇഷാറായിലായി. നമ്മൾ പറയുന്ന വാക്കാ കള്ളത്തരം. പെണ്ണുങ്ങളോട് അവൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും ഭക്ഷണം കഴിക്കാതെ. എന്നിട്ട് ഇയാൾ 2 ബ്രോസ്റ്റ് 1 ഫഹമും അടിച്ചിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ ഇവള് പറയും ഭക്ഷണമെല്ലാം കഴിക്കാൻ കയറി, റാഹത്തായിട്ട് കയറി, അല്ല അവൾ ഭക്ഷണം എടുത്ത് വെക്കട്ടെ, എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. പെണ്ണ് പറയും, ഇല്ല എനിക്ക് ഭക്ഷണം വേണ്ട, ഇക്കാക്ക് വിളമ്പി തരട്ടെ, ഇല്ല എനിക്ക് വേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഇയാൾ 3 ബ്രോസ്റ്റ് വയറ്റി കിടപ്പുണ്ട്.
നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ അങ്ങോട്ട് പറയണം. ആവുമല്ലോ, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, എന്നാൽ പിന്നെ നമുക്ക് കിടക്ക എടുത്ത് വെച്ചുതരാം, രാവിലെ നമുക്ക് ഇനി കഴിക്കാം, നാളെ ഭക്ഷണം വെക്കണ്ടല്ലോ, നിനക്ക് വയ്യാങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ കഴിക്കണം, എൻ്റെ ചക്കര എൻ്റെ കരളെ, ഓ ഭയങ്കര. ആ ഒരു വിളിയും കൂടെ വിളിച്ചാൽ പിന്നെ ഭയങ്കര റാഹത്തായി. 3 ഫാമിലികൾ യാത്ര ചെയ്തു. ഇങ്ങനെ യാത്ര ചെയ്ത് ഷാർജ, അബുദാബി, ദുബായ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന കൂടെ എവിടെയെങ്കിലും കോർണിഷിലൊക്കെ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കൂലേ, ഒക്കെ വിരിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ 3 കൂട്ടർ, 3 ഫാമിലി. ഒരു ഫാമിലി പറഞ്ഞു, ഓ ആ ഷുഗറിഞ്ഞടെ എൻ്റെ ചക്കരേ. അപ്പോഴത്തെ ഭയങ്കര സന്തോഷം. അടുത്ത ഫാമിലിക്ക്, ഓ എന്താ വിളിക്കുന്നത്, ഭയങ്കര ചക്ക. ഇപ്പൊരാള് ലിവർ റോസ്റ്റ് ഉണ്ടായിരുന്നു, ആ ലിവറിഞ്ഞടെ എൻ്റെ കരളെ, ഓ ഭയങ്കര വിഷമം. 3-മത്തെ ആള് ഒന്നും മിണ്ടില്ല, ഒരുമാതിരി കുത്തുകല്ല് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. തൊള്ളക്കൊരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു, അതുകൊണ്ടല്ല ചക്കരയെന്ന് വിളിക്കുന്നു, കരളയെന്ന് വിളിക്കുന്നു, നിങ്ങളെന്തോ മനുഷ്യ, നിങ്ങൾക്ക് എന്നോട് സ്നേഹം, എന്നാ ആ ബീഫിഞ്ഞടെ എൻ്റെ പോത്തേ. 3-ആളെ അത് വിളി നടന്നില്ല, റാഹത്തായിട്ട് 3 കാര്യം ഓക്കെ ആയില്ല. അങ്ങനെയാണ് വിളിക്കുക നമ്മൾ, റാഹത്തായിട്ട് നമ്മുടെ ഭാര്യയെ വിളിക്കുക. എന്നാ പിന്നെ അവർ ചക്കന്ന് വിളിച്ചാൽ നീ ആ ഇനത്തിൽ പെട്ടതാ. ഇവന് പിറ്റേ ദിവസം വിമ്മ് കലക്കി കൊടുത്തില്ലെങ്കിലേ ഉള്ള അത്ഭുതം ഇല്ലേ? പിറ്റേ ദിവസം കലക്കി കൊടുക്കൂലേ? ഒരു നിലയ്ക്ക് ഇവനെ ഹോസ്പിറ്റലിന് ഡ്യൂട്ടിക്ക് പോകാൻ സമ്മതിക്കൂല ഇവള്. അതുകൊണ്ട് സൂക്ഷിച്ചോ. നബി തങ്ങൾ അതുകൊണ്ട് പറഞ്ഞു, വലാ തുഖബ്ബിഹ്, ഭാര്യയുടെ മുഖത്തൊക്കെ ആവശ്യമില്ലാത്തത് ഒന്നും പറഞ്ഞു പോകരുത്, ഒന്നും പറയാൻ പാടില്ല. അപ്പൊ അവക്കും എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പിന്നെ ഇടങ്ങേറാക്കാനുള്ള അവിടച്ചവനെ. അല്ല സിനിമ വിടുന്നത് പോലെയാണല്ലോ ഇത്. സമയ ഒന്നും കൂടെ ഉണ്ട്, അതോടുകൂടി തീർന്ന്. എല്ലാം ഹറ മയ്യത്ത്, ഹറ മൂസ സൈക്ക, തീർന്ന്. ഒരൊറ്റ ഒരെണ്ണം കൂടെ കേട്ടാ, തീർന്ന്. സൂറ 2 ഓതി കഴിഞ്ഞിട്ട് 3-മത്തെ വിചാരണയാണത്. ഖൈർ, അൽഹംദുലില്ലാ, തീർക്കണം. 12 മണിക്ക് തീർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? എന്റെ ഉമനീരും നബി തങ്ങളുടെ ഉമനീരും അല്ലാഹു യോജിപ്പിച്ചു. അതാണ്. എങ്ങനെയത്? ബഹുമാനപ്പെട്ട നബിഗിനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തോടടുത്ത് കിടക്കുന്ന സമയം ആയിഷ ബീവിയുടെ മാറിടത്തിൽ ചാരി കിടക്കുകയാ. ആയിഷ ബീവി പറയുകയാണ്, ദഖല അലയ്യ അബ്ദുറഹ്മാൻ, എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ എൻ്റെ അരികിലേക്ക് കടന്നു വന്നു. വഫീ യദിഹി സിവാകും മിൻ അറാഖ്, അറാഖിന്റെ ഒരു കഷണം എൻ്റെ സഹോദരന്റെ കയ്യിലുണ്ടായിരുന്നു. അറാഖിന്റെ കഷണം എൻ്റെ സഹോദരന്റെ കയ്യിലുണ്ടായിരുന്നു. ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻളുറു ഇലൈഹി, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഞാൻ നോക്കുമ്പോ എൻ്റെ സഹോദരന്റെ കയ്യിലുള്ള അറാഖിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഫഖുൽതു, ഞാൻ ചോദിച്ചു, നവൽതുഹു ലക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്ക് ഞാൻ ആ മിസ്വാക്ക് വാങ്ങി തരട്ടെയോ നബിയെ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ഫഅശാറ ബിറഅസിഹി അൻഅം, ഹബീബായ തങ്ങൾക്ക് നാവ് കൊണ്ട് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. വഫാത്തിന്റെ സമയത്ത് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് തല കുലുക്കിയിട്ട് പറഞ്ഞു, ആയിഷേ എനിക്ക് ആ അറാഖ് വേണം ആയിഷേ. അങ്ങേക്ക് ഞാനത് വാങ്ങി തരട്ടെയോ എന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോ നബിഗിനാ റസൂലുള്ളാഹി തങ്ങൾ തല കുലുക്കിയപ്പോ സുമ്മനാവൽതുഹു, ഞാൻ അറാഖിന്റെ കഷണം അല്ലാഹുവിന്റെ റസൂലിന് വാങ്ങിക്കൊടുത്തു. ഫസ്തദ്ദ അലൈഹി, നബി തങ്ങളുടെ ആ ശോചനീയമായ അവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് മിസ്വാക്ക് ചെയ്യാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, ഉലയ്യിനുഹു ലക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്, എന്റെ പല്ലുകൊണ്ട് കടിച്ച് ഈ മിസ്വാക്ക്, ഈ അറാഖിന്റെ കഷണം മൃദുലപ്പെടുത്തി തരട്ടെയോ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ ഫഅശാറ ബിറഅസിഹി അൻഅം, അല്ലാഹുവിന്റെ റസൂൽ തലകൊണ്ട് ആംഗ്യം കാട്ടി. ഞാൻ എൻ്റെ പല്ലുകൊണ്ട് കടിച്ചു മൃദുലപ്പെടുത്തി അള്ളാന്റെ റസൂലിന് ഞാൻ അത് കൈമാറുകയും ചെയ്തു. അതാണ് ആയിഷ ബീവി പറഞ്ഞത്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുവഫിയ ഫീ ബൈതി വബൈന സഹരി വനഹരി വജഅല റീഖി വരീഖിഹി. അള്ളാഹ് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഉമനീരും നബി തങ്ങളുടെ ഉമനീരും അള്ളാഹു യോജിപ്പിച്ചു. ഭാര്യമാർ ചെയ്യേണ്ടത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഏതൊരവസ്ഥയിലാണെങ്കിലും രോഗശയ്യയിൽ കിടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം. അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് നിങ്ങൾ യാത്രയാക്കണം. അതാണ് വേണ്ടത്. എത്രത്തോളം നിങ്ങൾ ചെയ്താലും മതിയാവുകയില്ല
ഭാര്യമാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇത് പറയാനുണ്ട്. എൻ്റെ സംഭവം അല്ലാ, ഇതിപ്പോ ഇന്ന് തുടങ്ങിയ ഉത്തരവാദിത്വത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് നിൽക്കും. അപ്പൊ പിന്നെ ദുആ ഇല്ല. 12:30 വരെ പ്രസംഗിക്കാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജവാസാത്തി എന്നായിരിക്കും. പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടല്ലോ കുറച്ച്. എല്ലാരും പോകും. തിരക്കുണ്ടോ ആളുകൾക്ക്? ഇടയ്ക്ക് പോകുന്ന പിന്നെന്താ പ്രശ്നം? അല്ലാ, നാളെ ലീവാണല്ലോ. പിന്നെന്താ പ്രശ്നം? എന്താ കുറച്ചുകൂടി ഭാര്യമാരുടെ കാര്യങ്ങൾ പറയണ്ടേ? അതോടെ കേൾക്കണമല്ലോ. ഭർത്താക്കന്മാരും ഭാര്യ അനുവാദം തന്നിരിക്കുകയാണ് 12:30 വരെ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് നമുക്ക് അവസാനം നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ദ്വാരക്കണ്ടേ? നമ്മളൊക്കെ വളരെ പ്രശ്നത്തോടും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നവരാണല്ലേ. എല്ലാവരും നോക്കുമ്പം ദുബായ്, ഇവിടെ വലിയ ഒട്ടകത്തെ മേയുമായിരിക്കും. എന്നാലും അവൻ ഗൾഫുകാരനാണല്ലോ. എക്സിറ്റ് അടിച്ച് വളരെ കണ്ണുനീരോട് കൂടി ആയിരിക്കും എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. എന്നാലും സ്വീകരിക്കാൻ 2 ടാറ്റാ സുമോയാണ്. അതിൻ്റെ പൈസയ്ക്ക് പിന്നെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന എടുത്ത് പണയപ്പെടുത്തി കൊടുക്കണം. ഇയാൾ വലിയ ഗൾഫുകാരനായിട്ട് വരികയാണ്. പ്രവാസികളുടെയൊക്കെ അവസ്ഥ അതാണ്. ഇന്നലെ റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഷവർമാടെ മുന്നിൽ ഒരു ചങ്ങാതി ഇങ്ങനെ, ഞാൻ വിചാരിച്ച് മരിച്ചു പോയെന്നതിനകത്ത്. കാരണം എന്താ? നിൽക്കുക, എന്നോട് പറയാം 18 മണിക്കൂർ ജോലി. ഷവർമ ഉരുകുന്നതിനേക്കാൾ ഇയാൾ ഉരുകിയിരിക്കുകയാണ്. എന്താ കിട്ടുക? 1400 റിയാൽ ശമ്പളം, ദിർഹം ശമ്പളമായിരിക്കും അല്ലേ. വളരെ പ്രതീക്ഷയോടുകൂടി ഭാര്യയും മക്കളും നാട്ടുകാരൊക്കെ അങ്ങ് നാട്ടിൽ. ഇവിടെ ഭാര്യയോടുള്ള ഉത്തരവാദിത്വം പോലെ നിറവേറ്റാൻ കഴിയാതെ എത്രയെത്ര ഭർത്താക്കന്മാർ, എത്രയെത്ര സഹോദരങ്ങളാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് കണ്ണുനീരുണ്ടവർക്ക്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളത് നാട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രഭാഷണത്തിലൂടെ ഒക്കെ ഞങ്ങളത് സഹോദരിമാരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ ഇറങ്ങിയതോടുകൂടി ആകെ മൊത്തം ഇടങ്ങേറിൻ്റെ അവലും കഞ്ഞിയായിരിക്കുകയാണ്. ഭർത്താക്കന്മാരോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അവസ്ഥയിൽ 2 ഫോണ. ഒന്ന് ഒറിജിനൽ ഭർത്താവ് വിളിക്കുമ്പോൾ ജപ്പാൻ ഭർത്താവും, 2 ചൈനയുടെ ഭർത്താവും. ഈ 2 പേര് വിളിക്കാൻ വേണ്ടി, കാരണം മറ്റേത് വിളിച്ചാൽ എപ്പോഴും എന്നെ വിളിച്ചാൽ ബിസിയാണല്ലോ, അതറിയാതിരിക്കാൻ വേണ്ടി വേറെ ഒരു മൊബൈലും കൂടെ സാധനം. ഈ അടുത്ത സമയത്ത് 5-6 കേസ് പിടിച്ചു. പെണ്ണുങ്ങൾ മൊബൈൽ വെച്ചിരിക്കുന്നത് മാറിടത്തിൽ. എങ്ങനെ പിടിക്കാൻ പറ്റും? നമുക്ക് കൈയിട്ട് നോക്കാൻ പറ്റുമോ സംഭവം? അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് മൊബൈൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് കേസുകെട്ടിൽ ഇപ്പം തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അത് സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരെ വിളിക്കുന്നതിന് നിങ്ങൾ ഈ മെഗാപിക്സൽ 12 മെഗാപിക്സൽ 13 മെഗാപിക്സൽ ഒന്നും നിങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട. ഒരു സാധാ ഒരു മൊബൈൽ വാങ്ങിക്കൊടു. എന്തിനാണ് ഈ വലിയ വലിയ ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള മൊബൈലൊക്കെ? ഒരു വിഷയം നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ന്യൂനത, ഒരു അബദ്ധങ്ങൾ അവൾ വിളിച്ചു പറയുന്നത് കേട്ടനുസരിച്ച് നമ്മളിങ്ങനെ അവൾക്ക് ഇങ്ങനെ മൊബൈൽ വിട്ട് അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അവളെ വിളിക്കുന്നതിന് വേണ്ടി ആവശ്യത്തിനൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കുക. അതല്ലാതെ കണ്ട് ചുമ്മാ മെഗാപിക്സലൊന്നും വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കുട്ടികൾക്ക് മൊബൈൽ എന്ന് പറയുമ്പോൾ ഒരു കളിപ്പാട്ടം പോലെയാണ്. അതെടുത്തുകൊണ്ട് വെറുതെ ഫോട്ടോ എടുക്കുക. ഉമ്മ ബ്ലൗസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ, സാരി മാറിക്കൊണ്ടിരിക്കും. നടന്ന സംഭവമാണ്. ഈ വിനീതൻ ഒരു വീട്ടിൽ പോയി വെറുതെ മൊബൈൽ വാങ്ങി നോക്കുമ്പോൾ ഉമ്മ സാരി മാറുന്ന, പെട്ടെന്ന് നമ്മളത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ബഹുമാനമുള്ള സഹോദരൻ, കുട്ടികൾക്ക് അറിയില്ലല്ലോ. കുട്ടികൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുക്കലാണ്. ആരെ കാണുമ്പോൾ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ ഒന്നില്ല, ഉസ്താദ് ഷാരൂഖ് ഖാനാ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് അവസാനം ഇതിനകത്ത് ഈ കുട്ടികൾക്കല്ല, കുട്ടികൾക്ക് എവിടെയും കയറിപ്പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നേരത്തെ സ്വാതന്ത്ര്യം അവിടെ നിർത്തി. ഈ 3 സമയത്ത് എൻ്റെ കാസറ്റിലൂടെ നിങ്ങൾ കേട്ട് കാണും, പ്രഭാഷണത്തിലൂടെ 3 സന്ദർഭങ്ങളിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്താത്ത, പക്വത എത്താത്ത നമ്മുടെ കുട്ടികളെ ഉപ്പായും ഉമ്മായും ഉറങ്ങുന്ന ബെഡ്റൂമിൽ കയറ്റാൻ പാടില്ല. ഖുർആൻ പഠിക്കും സുഹൃത്തുക്കളെ, ഖുർആൻ പഠിക്കും. അത് പഠിച്ച് മനസ്സിലാക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് പഠിക്കാൻ എവിടെ നമ്മളിന്ന് തയ്യാറ്? 3 സന്ദർഭങ്ങളിൽ റൂമിൽ, ഒരുപക്ഷെ കേട്ടതാണ്, പക്ഷെ കേൾക്കാത്തവരും കാണുമല്ലോ. 3 സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രായപൂർത്തി എത്താത്ത നമ്മുടെ കുട്ടികളെ ബെഡ്റൂമിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء
സലാസു ഔറാത്തിൽ ലക്കും. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, 3 സന്ദർഭങ്ങളിൽ നിങ്ങളുടെ അടിമകളെയോ അടിമ സ്ത്രീകളെയോ നിങ്ങളുടെ വലത് കൈകൾ സ്വന്തമാക്കിയ അടിമകളെയോ പ്രായപൂർത്തിയെത്താത്ത വകതിരിവില്ലാത്ത കുട്ടികളെയോ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ പ്രവേശിപ്പിക്കരുതേ. അങ്ങനെ അവർ പ്രവേശിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അനുവാദം കൊടുക്കാതെ അവരെ പ്രവേശിപ്പിക്കരുതേ. ഖുർആൻ 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രഖ്യാപനമാണ് ഇതൊക്കെ. ഇതൊക്കെ ഇന്ന് നെറ്റുമായിട്ടൊക്കെ ഇന്ന് കണക്ട് ചെയ്യാൻ പറ്റും. 3 സന്ദർഭങ്ങളിൽ ഉപ്പായും ഉമ്മായും കിടക്കുന്ന മുറിയിൽ കുട്ടികളെ പ്രവേശിപ്പിക്കരുത്. 1, മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിക്ക് മുമ്പുള്ള സമയം. കുട്ടികൾ പാത്താൻ വരുന്നത് ഓടി ഉപ്പാന്റെ ഉമ്മാന്റെ റൂമിലേക്കാണ്, ബാത്റൂമിലേക്കല്ല. കുട്ടികൾ അങ്ങനെയല്ല. ഉപ്പാ ഉമ്മ എനിക്ക് പാത്തണമെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന അങ്ങോട്ടല്ലേ. അപ്പോൾ എന്തായിരിക്കും ഉപ്പാന്റെയും ഉമ്മാന്റെയും കോലം? കിബില തെറ്റി കിടക്കായിരിക്കും രണ്ടെണ്ണവും. സുബഹിസ്കരിക്കൂലല്ലോ. രാവിലെ ആണല്ലോ സുബഹിസ്കാരം ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ അള്ളാഹു താല സൗദി അറേബ്യക്കാരും ഗൾഫുകാർക്കും ഒക്കെ 7:15 സുബഹിസ്കാരം. എല്ലാവർക്കും അങ്ങനെ 2 മണി വരെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുക. ഇടങ്ങേറ് അവലും കഞ്ഞി ആ സാധനം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുക. ജോലിയും കഴിഞ്ഞിട്ട് ടി വിയും കണ്ടിട്ട് 2 മണി വരെ ഇരിക്കുന്നിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങിയിട്ട് 7 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു നിസ്കാരം. അള്ളാഹ് കട്ടിലിൻ്റെ സൈഡിൽ നമസ്കാരം രക്ഷയും ശിക്ഷ എന്ന കാസറ്റ് വിരുന്നിനിടെ കേട്ടോളി. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയോ, ദുബായിൽ നിന്ന് ആദ്യമായിട്ട് കുറേ ചെറുപ്പക്കാർ എന്നെ വിളിച്ചത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്. അവർ ചെറുപ്പക്കാർ പത്രവിതരണക്കാരാണ്, കാസർഗോട്ടുകാരൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനെ വിതരണം ചെയ്യുമ്പോൾ നിസ്കാരമായിട്ട് ബന്ധമില്ല. ഈ പ്രഭാഷണം കേട്ടു അള്ളാഹു തൗഫീഖ് ചെയ്ത് അവർ ഒരു ജമാഅത്ത് പോലും മുടക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി. എത്രയോ സഹോദരൻ, അള്ളാഹു താല അവർക്ക് നമുക്കൊക്കെ നല്ല കൂലി നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനല്ല നമസ്കാരം. നമസ്കാരം അള്ളാഹു പറയുന്ന സമയത്ത് നമസ്കരിക്കണം. നമ്മൾ ജമാഅത്തായിട്ട് പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണം. 2 മണി വരെ 3 മണി വരെ 12 വരെ ബക്കാലയിൽ ഗ്രോസറിയിൽ ജോലി ചെയ്തിട്ട് വരുമ്പോൾ അത് നിന്റെ സ്വന്തം ആവശ്യത്തിനാണ്, അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അത് നിങ്ങളുടെ ആവശ്യം. 12 മണിക്കൂർ 18 മണിക്കൂർ ജോലി ചെയ്യൽ നിന്റെ ആവശ്യം. നാളെ ആഖിറത്തിൽ ഗ്രോസറിയുടെ മുതലാളി ഒന്നും നിന്നെ രക്ഷിക്കാൻ വരില്ല. നീ മാത്രം നിന്റെ സ്വന്തം തടിയോട് നാളെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണം. നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത് കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെല്ലാം 12 മണിയാകുമ്പോഴേ നമ്മൾ ഉറങ്ങുള്ളൂ, അല്ലെങ്കിൽ 1 മണി ആയിക്കൊള്ളട്ടെ. 1 മണിക്ക് കിടന്നാൽ പോലും നമുക്ക് രാവിലെ 5 മണിക്കോ 5:30 എഴുന്നേക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, റൂമിൽ വന്നിട്ട് 2-2:30 വരെ ഇരുന്ന് ടി വി കാണുക. ടി വി കൊണ്ട് അത്രയും സമയം നഷ്ടപ്പെടുത്തിയല്ലേ. ശേഷം എവിടെ പോവുക? അതിന് ശേഷമാണ് കിടന്നുറങ്ങുക. പിന്നെ ഉറങ്ങുക 8 മണിക്ക് എഴുന്നേക്കുന്നില്ല. യാതൊരു കുഴപ്പമുണ്ടോ? കുറ്റമുണ്ടോ? അള്ളാഹ് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, അത് ഒഴിവാക്കണം. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിക്ക് മുമ്പുള്ള സമയം നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മുറിയിൽ പ്രവേശിപ്പിക്കരുതേ. വഹീന തളഊന സിയാബകും മിനൽ ലഹീറ, മധ്യാഹ്ന സമയത്ത് വിശ്രമിക്കാൻ വേണ്ടി വരുമ്പോൾ. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു സാഹചര്യമാണല്ലോ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഉച്ചയാകുമ്പോൾ കടയൊക്കെ ഒന്ന് അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് ചൊല്ലി വന്ന് നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് റാഹത്തായിട്ട് കിടക്കുമ്പോൾ മുറി ലോക്ക് ചെയ്യാതെ കിടന്നാൽ കുട്ടികൾ 2 മണിക്ക് സ്കൂൾ വിട്ട് ഓടി വരുന്ന വാപ്പാൻ്റെ ഉമ്മാൻ്റെ അരികിലേക്കാണ് ഓടി വരുന്ന. അങ്ങനെയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ വരുമ്പോൾ 2 പേരും ഉറങ്ങിപ്പോയാൽ ഔറത്ത് മാറിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ മുറി കുട്ടി ലോക്ക് ചെയ്തിട്ട് വേണം കിടക്കാൻ. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന സമയത്ത് അതിന് മുമ്പ് കുട്ടികളെ കൊണ്ടൊരു മറ്റൊരു മുറിയിൽ കിടത്തി ഉറക്കിയിട്ട് വേണം അവർ 2 പേരും മുറിയിൽ വന്ന് കിടന്നുറങ്ങാൻ. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഉറക്കമില്ല. നിങ്ങൾ പാതിരാത്രി എന്തെങ്കിലുമൊക്കെ കാര്യപരിപാടിയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഓൻ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റിട്ട് ഉള്ളത് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉള്ള സംഭവം വെറുതെ ഒന്നും പറയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികളുടെ നിഴല് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാറ്റി കിടത്തി അടുത്ത മുറിയിൽ കൊണ്ട് ഉറക്കിയിട്ടല്ലാതെ ഭാര്യയും ഭർത്താവും മുറിയിൽ കിടക്കരുത്. അങ്ങനെ കിടന്നുപോയാൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാൽ ഉത്തരവാദികൾ ആരാ? നമ്മൾ തന്നെ. അള്ളാഹ് പറയുന്നു സലാസു ഔറാത്തിലക്കും, ഈ 3 സമയം ഔറത്തിനെ സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ഔറത്തിനെ എങ്ങനെ സൂക്ഷിക്കുന്നു അതേപോലെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഈ മൊബൈലൊന്നും കുട്ടികളുടെ കയ്യിൽ നമ്മൾ കൊടുക്കരുത്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എന്തിനാണ് ഈ മെഗാ പിക്സൽ മൊബൈൽ? എന്തിനാണ്? പണ്ടൊക്കെ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? അതുകൊണ്ട് ഉപ്പമാർക്ക് ഒരു ശ്രദ്ധ വേണം. ഇങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും മൊബൈൽ വാങ്ങിക്കൊടുക്കരുത്. ഇനി മൊബൈൽ കൊടുത്താലോ എല്ലാ ദിവസവും വാങ്ങിയിട്ട് ഉപ്പയും ഉമ്മയും അത് വാങ്ങി വെക്കണം, അത് പരിശോധിക്കണം. അതിൽ വല്ല മെസ്സേജ് വന്നിട്ടുണ്ടോ, എന്തൊക്കെയുണ്ടോ അത് നമ്മൾ പരിശോധിക്കണം. അത് നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മക്കൾ പിഴച്ചു പോകുന്നതിലെ ഒരു കാരണവും, ഭാര്യ പിഴച്ചു പോകാൻ ഒരു കാരണവും ഭർത്താവിനും മാതാപിതാക്കൾക്കുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രമേ നമ്മൾ വാങ്ങിക്കൊടുക്കാവൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രണയിക്കും, അതിലാണ് സ്നേഹമുള്ളത്, അതിലാണ് സ്നേഹം വളരുന്നത്, അതാണ് നമുക്ക് വേണ്ടത്. ആവശ്യത്തിന് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് വിളിക്കും. ഈ വിനീതനെ എത്രയോ സഹോദരിമാർ വിളിക്കും, ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് വിളിച്ച് സംസാരിക്കും, ചോദിക്കുന്നു, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു.
അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വിളിക്കുമ്പോൾ ഭർത്താവിന്റെ സാന്നിധ്യത്തിലാകട്ടെ, പക്ഷെ അതിൽ നിന്നൊരു അവസരമില്ല. ഭർത്താവിന്റെ ഇഷ്ടം, ഭാര്യയുടെ ഇഷ്ടം. പെണ്ണുങ്ങളുടെ തുലം പറയാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താവിനെ അടിച്ചു ഒതുക്കി കളയും. അതുകൊണ്ടാണ് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർ പെണ്ണ് എങ്ങനത്തവളായിരിക്കണം എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഒതുക്കാൻ കഴിയുന്നത് മോശമായ ഭർത്താവിനെ കൊണ്ടേ കഴിയുകയുള്ളൂ. നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ ഭാര്യയുടെ മുന്നിൽ തോൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൾ നമ്മുടെ മുന്നിൽ ചാടിക്കയറി സംസാരിച്ചാൽ നമ്മൾ അതൊന്ന് ക്ഷമിച്ച് സഹിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൂടുക. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനൊത്ത് നമ്മൾ അങ്ങോട്ട് നിന്നാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും. അവളെ നമ്മൾ പതുക്കെ ബെഡ്റൂമിൽ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഉപദേശിക്കണം. തല തടവിക്കൊണ്ട് നിനക്ക് ഞാൻ ചെയ്തിരുന്ന അനുഗ്രഹങ്ങളും നിഅമത്തുകളും എല്ലാം എടുത്തു പറഞ്ഞ് അവളെ ഉപദേശിക്കണം. ഉപദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവളുടെ മനസ്സ് മാറാൻ അതൊരു കാരണമായി തീരും. പല നിലയ്ക്കും ഉപദേശിക്കണം. ഇനി ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താക്കന്മാരെ ഇഷ്ടമില്ല എന്ന് കണ്ടാൽ എന്താ അതിൻ്റെ അടയാളം? ഒന്നാമത്, ഒരു കാരണമില്ലാതെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അവള്. ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഇഷ്ടമില്ല എന്നതിന്റെ തെളിവാണ്. അത് പ്രകടിപ്പിക്കുകയില്ല, അവൾ ഇറങ്ങിപ്പോകും. ഭർത്താവിന്റെ തൃപ്തിയില്ല, പൊരുത്തമില്ല, അനുവാദമില്ലാതെ അവൾ യാത്രയ്ക്ക് പോകും. അല്ലെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ വാതിൽ തുറന്നു കൊടുക്കുകയില്ല, അദ്ദേഹം പ്രവേശിക്കാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവൾ അടുക്കലേക്ക് പോയാൽ രോഗമായിട്ട് ഇങ്ങനെ രോഗിയായിട്ട് നടിക്കും. രോഗിയായിട്ട് വലിയ കാര്യമായിട്ട് 2 വർഷം ഗൾഫിൽ നിന്നിട്ട് പോവുക, അപ്പൊ രോഗിയായിട്ട് നടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അനുസരണ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മസൂഫത വൽ മുഫ്സിലത. മസൂഫ, മുഫ്സില, ഈ 2 കൂട്ടം പെണ്ണുങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തും നബീന റസൂലുള്ളാഹി തങ്ങൾ ശപിച്ചിരിക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞ മസൂഫ എന്ന് പറയുന്ന പെണ്ണ്, ഇദാ അറാദഹാ സൗജുഹാ, ഭർത്താവ് അവളെ ശാരീരികമായി ബന്ധപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് പോകുമ്പോ കാലത്ത് അവള് പറയും സൗഫ വസൗഫ വൽ ആൻ. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോട്ടെ, പിന്നെ ആവട്ടെ. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വാപ്പ വന്ന് പിന്നെ നടക്കൂല, ഉച്ച കഴിയട്ടെ. ഉച്ച കഴിയുമ്പോഴത്തേക്ക് കുറെ തുണിയുണ്ട്, അലക്കാനുണ്ട്, പിന്നെ ആകട്ടെ. അതുവരേക്ക് ആൾ പ്രതീക്ഷിച്ചിരിക്കും. വൈകിട്ടാകുമ്പോഴത്തേക്ക് മഗ്‌രിബിന്റെ സമയം, എനിക്കിനി കുളിക്കാനൊന്നും വയ്യ, രാത്രിയാകട്ടെ. രാത്രിയാകുമ്പോൾ സീരിയൽ കാണാൻ കള്ളാ കുറെ കിടപ്പുണ്ട്, 10-12 മണി വരെ അത് തീർക്കാനുണ്ട്. അതുകൊണ്ട് ഈ ചങ്ങാതി എന്ത് ചെയ്യും? ഇവളെ അള്ളാഹ് ശപിച്ചിരിക്കുകയാണ്. സൗഫ സൗഫ സൗഫ, പിന്നീട് ആകാം എന്ന് പറഞ്ഞ് പിന്തിക്കുന്ന പെണ്ണെ, അള്ളാഹുവിന്റെ ശാപം നിനക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 മുഫ്സിലത്ത് ആരാണ്? ഇദാ അറാദഹാ സൗജുഹാ, തന്റെ ഭർത്താവ് അവളെ പ്രാപിക്കാൻ വേണ്ടി പോകുമ്പോൾ ഖാലത്ത്, അവൾ പറയും ഇന്നി ഹായിലുൻ, എനിക്ക് മെൻസസ് വന്നിരിക്കുകയാണ്. വലൈസത് ബിഹായിലിൻ, അവൾക്ക് ഹൈലില്ല, അവൾക്ക് മെൻസസ് വന്നിട്ടില്ല, ഋതുമതിയല്ല. പക്ഷേ അവൾ ഭർത്താവിന്റെ മുന്നിൽ അവൾ കളവ് പറയുകയാണ്. അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കൃത്യമായി ആ അളവും ഡേറ്റും സമയവും ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യമാണ്. ഈ കളി നടക്കൂലല്ലോ നമ്മുടെ മുന്നിൽ. വളരെ ആവശ്യത്തോടും ആഗ്രഹത്തോടും കൂടി പോകുമ്പോൾ ഇവൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു. അത് ഏറ്റവും വലിയ തെറ്റിലേക്ക് ഭർത്താക്കന്മാരെ കൊണ്ടെത്തിക്കുന്നു. ശരിയായ കാര്യമാണ്. ഭർത്താക്കന്മാർക്ക് വേണ്ടതുപോലെ ഭാര്യമാർ സൗകര്യപ്പെടുത്തി കൊടുക്കാത്തത് തന്നെ ഭർത്താക്കന്മാരെ സിനായിലേക്ക്, വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ പരിപൂർണമായ ഇഷ്ടം പൂർത്തീകരിച്ചു കൊടുക്കുന്നത് വരെ ഒരിക്കലും ഒരു പെണ്ണാവുകയില്ല. ആയിഷ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമയും അലിയും തമ്മിൽ വഴക്കുണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമായി ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ വഴക്കുണ്ടാകുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തൊന്നുമല്ല, പണ്ട് മുതലേ ഉള്ള സംഭവങ്ങളാണ്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ നബീന റസൂൽ തങ്ങൾ പറഞ്ഞു തരുന്നു. നബിയും ആയിഷയും തമ്മിൽ എത്രയോ പ്രാവശ്യം വഴക്കുണ്ടായിട്ടുണ്ട്. എതുവരെ? ഒരു ദിവസം ജറാ ബൈനഹാ വ ബൈനഹു കലാം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും
നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്കിടയിലും സംസാരം, വലിയ സംസാരം, ചർച്ച, വഴക്ക്. ഇതുവരെ ഹത്താ അദ്ഖല ബൈനഹുമാ അബൂബക്കറിൻ ഹകമൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങൾക്കിടയിൽ മധ്യസ്ഥനായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ആയിഷ റളിയല്ലാഹു അൻഹയും നബിയുനാ റസൂലുള്ളാഹി തങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയിഷ ബീവിയുടെ പിതാവിനെ വിളിച്ചു വരുത്തുന്നത് വരയിലേക്ക് വിഷയമെത്തി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നു. നോക്കിയപ്പോൾ രണ്ടുപേരും പൊരിഞ്ഞ വഴക്ക്, മരുമോനും മോളും. നല്ല വഴക്ക്. മാമ എത്തി, അമ്മോഷൻ എത്തി, രണ്ടുപേരും എത്തി. നബി തങ്ങൾക്ക് സലാമൊക്കെ പറഞ്ഞു വന്നിരുന്നു. പ്രശ്നമായി. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, യാ ആയിഷ അതുകല്ലിമീന അൻതി ഔ അതകല്ലമു, നമ്മുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങണോ അതോ നീ പറയാൻ തുടങ്ങണോ? അങ്ങനല്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, ആയിഷ ബി പറഞ്ഞു, ബൽ തകല്ലം അൻത വലാ തഖുൽ ഇല്ലൽ ഹഖ്, ഹക്കല്ല സത്യമല്ലാത്തതൊന്നും പറയല്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞോളി, സത്യം മാത്രമേ പറയാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം മാത്രമേ പറയാവൂ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് സ്വന്തം പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു തആല ഒരൊറ്റ പൊട്ടീര്, ഹത്താ ദുമിയ ഫുഹ, വായിൽ നിന്ന് രക്തം ഒലിച്ചു. മകളെ അടിച്ചതാരാ? വാപ്പ. മകളെ അടിച്ചതാരാ? വാപ്പ. ഒരൊറ്റ അടി. എന്താ കാരണം? എന്താ പെണ്ണെ നീ പറയുന്നത്? ആരാണ് ഇരിക്കുന്നത്? ഇത് നബീന റസൂലുള്ളാഹി തങ്ങൾ, ഈ ഹബീബായ തങ്ങൾ കള്ളം പറയുമെന്നോ, കളവ് പറയുമെന്നോ, സത്യമല്ലാത്ത അസത്യത്തിന്റെ വാക്ക് പറയുമെന്നോ? എന്ത് വിഡിത്തമാണ് നീ പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അടിച്ചു. ഫസ്തജാറത്ത് ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിൽ വന്ന് അഭയം തേടി. വഖഅദത് ഖൽഫ ലഹ്രിഹി, നബിയുടെ മുതുകിന്റെ പിന്നിൽ പോയി ഒളിച്ചിരുന്നു, അടുത്തടി കിട്ടാതിരിക്കാൻ വേണ്ടി. സത്യത്തിൽ ചെയ്യേണ്ടത് എന്താ? നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, നമ്മുടെ അമ്മോശനെ വിളിച്ചു വരുത്തി, അമ്മോശ ഒരു അടി കൊടുത്തു, ഭാര്യയ്ക്ക് ഒരു അടി കൊടുത്തു. ഭാര്യ എന്തായാലും അമ്മ എടുത്തോട്ട് വരൂല, ഉറപ്പാണ്. കാരണം നമ്മളെ മേൽ പ്രശ്നമായതുകൊണ്ടാണല്ലോ ആളെ വിളിച്ചു വരുത്തിയത്. എന്തായാലും അമ്മ എടുത്തോട്ട് വരും. നമ്മളൊന്ന് ആ തക്കത്തിൽ നോക്കി 2 കുത്ത് നമ്മളിവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നേരെ അങ്ങോട്ട് തന്നെ ഓടും. ഉപ്പയുടെ അടുക്കലെ ഉമ്മയുടെ അടുക്കലേക്ക് ഓടും. നബീന റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ എങ്ങോട്ടാണ് വന്നത്? നബിതങ്ങളുടെ അടുക്കലേക്ക്. കാരണം എന്താ? നബിതങ്ങളുടെ അടുക്കലേക്ക് പോയാൽ അഭയം കിട്ടുള്ളൂ, ഉപ്പാന്റെ അടുക്കൽ പോലെ ഇനിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഫസ്തജാറത്ത് ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പുറകിൽ വന്ന് വഖഅദത്ത് ഖൽഫ ലഹ്രിഹി, പുറകിൽ വന്നിരുന്നിട്ട് അഭയം തേടിയിട്ട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കറിനോട് പറഞ്ഞു, യാ അബൂബക്കർ ലം നദ്ഉക ഹാദാ വലം അർദ്നാ മിൻക ഹാദാ, പിന്നെ നിങ്ങളെ വിളിച്ചത് ഇതിനൊന്നുമല്ല കേട്ടോ, നിങ്ങളെ വിളിച്ചതേ അടിക്കാനൊന്നുമല്ല, പക്ഷെ നിങ്ങളിൽ നിന്ന് ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല. പൊയ്ക്കോ, ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ തീരുമാനിക്കാൻ. കണ്ടാ, ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട രീതി എങ്ങനെ? നമുക്കിടയിലൊക്കെ പ്രശ്നം ഉണ്ടാവും. അങ്ങോട്ടൊരു കുത്തു കൊടുക്കുമ്പോൾ നമ്മളും ഇങ്ങോട്ടൊന്ന് കൊടുത്തോളി. രാത്രി തന്നെ രണ്ടുപേരും കൂടെ തടവി അഡ്ജസ്റ്റ് ചെയ്താൽ കിടന്നോളി. അത് ആരെയും കാണിക്കാൻ പോണ്ട. നമ്മൾ ആരെ കാണിക്കാൻ പോണത്? ചില ആളുകൾ അടിയൊക്കെ കൊണ്ടിട്ട് നേരം വെളുത്തെ വന്നിരുന്ന് ഖുർആൻ ഓതും പള്ളിയിൽ. എന്താപ്പോൾ ഇത്ര നാൾ നിങ്ങൾ പള്ളിയിലോട്ട് തള്ളിയിട്ടാൽ പോലും അകത്തോട്ട് കയറാത്ത ആള് ഇത്ര നേരത്തെ വന്ന് കിടന്നെന്താ? രാത്രി കിട്ടി ഒരെണ്ണം ഭാര്യയുടെ അടുത്ത്. അത് സഹിക്ക വയ്യ, അള്ളാ ഞാൻ ഇവക്ക് വേണ്ടി ഞാൻ എൻ്റെ 25 വർഷവും മരുഭൂമിയിൽ ഞാൻ കളഞ്ഞിട്ട് പടച്ചവനെ ഒരു ചെറിയ ഒരു ഉഴുന്നോടെ വാങ്ങി കൊടുക്കാത്തതിൻ്റെ പേര് എനിക്ക് രാത്രി ഇട്ടൊരു പൊട്ടീര് തന്നല്ലോ അവള്. പടച്ചവനെ വല്ലാത്ത കഷ്ടം, വലിയ വിഷമായിപ്പോയി ഉസ്താദ്. എല്ലാ കണ്ണുനീരും ഉസ്താദിൻ്റെ മുന്നിൽ വന്ന് പറയും. എന്തായാലും അവിടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ സഹോദരിമാരെ, ഭർത്താക്കന്മാരോട് നിങ്ങൾ എത്രത്തോളം നന്മ ചെയ്താലും അത് മതിയാവുകയില്ല. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, യാ മഅ്ശറൻ നിസാ ലൗ തഅലമന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന ലജഅലത്തിൽ മർഅതു മിൻകുന്ന തംസഉൽ ഗുബാർ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജ്ഹിഹാ. സ്ത്രീ രത്നമേ, മഹിളാ രത്നമേ, സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാലിന്റെ കീഴിലുള്ള പൊടിപടലങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഒപ്പിയെടുത്താൽ പോലും ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറകോട്ട് പോകാൻ കഴിയുകയില്ല. ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ചവളായി മാറുകയില്ല. ഒരു ഭർത്താവിന്റെ മൂക്കിൽ നിന്ന്
ഒഴുകുന്ന മൂക്ക് കട്ട ഒരു പെണ്ണെടുത്ത് നക്കി തുടച്ചാൽ പോലും ഒരു ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പരിപൂർണമായി അവൾ ഒഴിവാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവളെ അടിക്കാവോ? ഭർത്താവിനെ അടിക്കാവോ? അയ്യുമായിംറഅത്തിൻ കലഹത് ഫീ വജ്ഹി സൗജിഹാ ഫഅലൈഹാ ലഅനത്തുല്ലാഹി വൽ മലായിക വന്നാസി അജ്മഈൻ ഇലാ അൻ തലാഹഖഹു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുഖത്ത് അടിച്ചാൽ അള്ളാഹുവിന്റെയും മാലാകമാരുടെയും ശാപത്തിനും കോപത്തിനും അവൾ അർഹയായിരിക്കും. ഏതുവരെ? ഭർത്താവിനെ അവൾ ചിരിപ്പിക്കുന്നത് വരെ പോയിട്ട് സൈത്തൂൻ എണ്ണയിട്ട് തടവി കൊടുക്കണം. സൈത്തൂൻ എണ്ണയിട്ട് തടവിയിട്ട് പോട്ടെ ചക്കര. ഇന്നത്തെ അങ്ങനെയാണല്ലോ, ദൂരെ ഇരിക്കുന്നവർക്ക് ഷൂ അടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തും. അത് വളരെ പെട്ടെന്ന് സിറ്റ് ഔട്ട് ഇരിക്കുന്ന ഇക്കായ്ക്ക് ഇതിലൂടെ ഷൂ അടിച്ചു കൊടുത്താൽ അങ്ങോട്ട് എത്തും. ഷൂ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. നല്ല ഇന്നത്തെ കാലഘട്ടം ഒന്നും പറയണ്ട. ഇനി സാറ്റലൈറ്റിലൂടെയൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകണം, അള്ളാഹിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഭർത്താവിനെ പോയി ഭാര്യ ഭർത്താവിനെ പോയിട്ട് തൃപ്തിപ്പെടുത്തണം. ഇങ്ങനെയൊക്കെ പോയിട്ട് തടവി എല്ലാം കൊടുത്തിട്ട് റാഹത്തായിട്ട് പോട്ടെ, ഒക്കെ വാ സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അവൾ സ്വർഗത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ഭാര്യയാണ് താണു കൊടുക്കേണ്ടത്, ഭർത്താവല്ല. ഭാര്യയാണ് താണു കൊടുക്കേണ്ടത്. അവളിനി എത്ര വലിയ കുടുംബത്തിലെ പെണ്ണായാലും ഭാര്യ ഭർത്താവിൻ്റെ മുന്നിൽ താണു കൊടുക്കുന്നവളായിരിക്കണം. അതിനൊക്കെ ഒരുപാട് ഹദീസുകളൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ നമുക്ക് ദുആ ഒക്കെ ചെയ്യേണ്ടതുള്ളത് കൊണ്ട്